നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, റേഷൻ വിതരണത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നു. അന്ത്യോദയ അന്നയോജന കാർഡിനുള്ള, അതായത് മഞ്ഞ റേഷൻ കാർഡിനുള്ള ധാന്യവിഹിതം കുറയ്ക്കുവാനുള്ള നീക്കം റേഷൻ വിതരണത്തിലെ അസമത്വം ഇല്ലായ്മ ചെയ്യാനാണെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം. അംഗസംഖ്യ പരിഗണിക്കാതെ ഒരു കുടുംബത്തിന് 35 കിലോ അരി എന്നത് അസമത്വം ഉണ്ടാക്കുന്നുവെന്നും കൂടുതൽ അംഗങ്ങളുള്ള കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കാനാണ് പുതിയ ഭേദഗതി എന്നുമാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. വ്യക്തികൾക്ക് നിശ്ചിത തൂക്കം നൽകുമ്പോൾ തുല്യത ഉറപ്പാക്കാനാകുമെന്നും കേന്ദ്രം പറയുന്നു. എന്നാൽ പുതിയ തീരുമാനം നടപ്പിലാക്കിയാൽ കേരളത്തിൻ്റെ അരി വിഹിതത്തിൽ വലിയ കുറവുണ്ടാകും. പ്രതിവർഷം 1 ലക്ഷം ടൺ അരി വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ കേരളം കേന്ദ്രത്തെ പ്രതിഷേധമറിയിക്കും എന്നാണ് അറിയുന്നത്. ഇതുവരെ മഞ്ഞ കാർഡ് ഉടമകൾക്ക് കുടുംബത്തിലെ അംഗസംഖ്യ പരിഗണിക്കാതെ 35 കിലോ അരിയാണ് ഓരോ മാസവും നൽകിയിരുന്നത്. എന്നാൽ അംഗസംഖ്യ പരിഗണിച്ച് ഒരു അംഗത്തിന് പ്രതിമാസം 7 കിലോ എന്ന അളവിൽ മാത്രം അരി വിതരണം ചെയ്യുവാനുള്ള ഭേദഗതിക്കാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. ഈ ഒരു ഭേദഗതിയുടെ കരട് രേഖയിൽ പൊതുജനങ്ങൾക്കും അഭിപ്രായം അറിയിക്കാം. അഭിപ്രായം അറിയിക്കുവാനുള്ള സമയപരിധി ജൂലൈ മാസം 13-ാം തീയതി വരെയാണ്. അതായത് നിലവിൽ ഒരംഗമോ രണ്ടംഗമോ ഒക്കെ ഉള്ള റേഷൻ കാർഡിന് 35 കിലോ അരിയുടെ ആവശ്യമുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ്. പലരും ഇത്രയും അരിയുടെ ആവശ്യമില്ല, ഇത് മറ്റ് പല ആവശ്യങ്ങൾക്കും മറച്ചു വിൽക്കുകയോ അല്ലെങ്കിൽ മറ്റ് മൃഗാദികൾക്കൊക്കെ നൽകുകയാണ് ചെയ്യുന്നത് എന്നുള്ള വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കും ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം അറിയിക്കാവുന്നതാണ്. ഇനി രണ്ടാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് അയവ് വന്നതിന് പിന്നാലെ രാജ്യത്തെ ഊർജ്ജ വിതരണം സാധാരണ നിലയിലേക്ക് നീങ്ങുന്നു എന്ന് സൂചനകൾ നൽകി കേന്ദ്ര സർക്കാർ. രാജ്യത്ത് വാണിജ്യ സിലിണ്ടറിൻ്റെ വില കുറഞ്ഞേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഇത് സംബന്ധിച്ച് എണ്ണ കമ്പനികളുമായി ചർച്ച നടത്തി അന്തിമ തീരുമാനത്തിൽ എത്തിയ ശേഷമായിരിക്കും പുതുക്കിയ വില പ്രഖ്യാപിക്കുക. ഗാർഹിക സിലിണ്ടർ വിലയിലും മാറ്റം വന്നേക്കും എന്നും വിവരമുണ്ട്. ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിച്ചതോടെ രാജ്യത്തെ എണ്ണ ഇറക്കുമതി സാധാരണ നിലയിലേക്ക് നീങ്ങിത്തുടങ്ങി എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിലയിരുത്തൽ. ഇതിന് പിന്നാലെയാണ് വിപണിയിൽ വാണിജ്യ സിലിണ്ടറുകൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ സർക്കാർ ഇളവ് വരുത്തിയത്. കഴിഞ്ഞ ദിവസമാണ് നിയന്ത്രണങ്ങൾ നീക്കുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കത്ത് നൽകിയിരുന്നു. യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന അവസ്ഥ പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. തീർച്ചയായും ഇത് ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ടൂറിസം മേഖലകൾക്ക് വലിയ ആശ്വാസമായിരിക്കും ഉണ്ടാവുക. എന്നാൽ സിലിണ്ടറിൻ്റെ ഉയർന്ന വില അപ്പോഴും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. വില വർധനവ് കാരണം പല സ്ഥാപനങ്ങളും പ്രവർത്തനം അവസാനിപ്പിക്കുക പോലും ചെയ്തിട്ടുണ്ട്. വിലയിൽ മാറ്റം വരുന്നതോടെ യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന സാഹചര്യത്തിലേക്ക് മടങ്ങിപ്പോകാനാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ മേഖലയിലുള്ളവർ. അതേസമയം PNG കണക്ഷൻ ഉള്ളവർ അത് ഉപയോഗിക്കുന്നത് തുടരുകയും വേണം എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം. നിയന്ത്രണങ്ങളുടെ ഭാഗമായി PNG കണക്ഷൻ ഉള്ളവർക്ക് സിലിണ്ടർ നൽകേണ്ടതില്ല എന്ന് നേരത്തെ തീരുമാനം എടുത്തിരുന്നു. ഈ ഒരു തീരുമാനം അതേ നിലയിൽ തുടർന്നേക്കാനും സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ തുടർന്ന് ഹോർമോസ് അടച്ചതോടെയാണ് ഇന്ത്യയിലും ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമായത്. രാജ്യത്തെ എല്ലാ മേഖലകളിലെയും ഇത് നേരിട്ട് ബാധിക്കുകയും ചെയ്തു. ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, കാറ്ററിംഗ് സർവീസുകൾ, ചെറുകിട ഭക്ഷണശാലകൾ, മറ്റ് അനുബന്ധ സ്ഥാപനങ്ങൾ എന്നിവയെ നിയന്ത്രണം വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കി. ഇന്ത്യയിലേക്കുള്ള പാചകവാതകം പ്രധാനമായും ഹോർമോസ് വഴിയാണ് എത്തിയിരുന്നത്. ഇറക്കുമതിയിൽ കുറവ് വന്നതോടെ കർശന നിയന്ത്രണങ്ങളിലേക്ക് സർക്കാർ കടക്കുകയായിരുന്നു. പുതിയ തീരുമാനങ്ങൾ വലിയ ആശ്വാസമായിരിക്കും ഇത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാക്കുക. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾ ഉൾപ്പെടെ രാജ്യത്തെ LPG പാചകവാതക ഉപഭോക്താക്കൾ 2026 ജൂൺ 30-നകം തങ്ങളുടെ eKYC പ്രക്രിയ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. നിശ്ചിത സമയത്തിനകം eKYC പൂർത്തിയാക്കാത്ത പക്ഷം ഇന്ത്യൻ ഗ്യാസ്, അതുപോലെ തന്നെ ഭാരത് ഗ്യാസ്, HP ഗ്യാസ് ഉപഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പാചകവാതക സബ്സിഡി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ PMUY ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത പരിശോധന സർക്കാർ നിർബന്ധമാക്കിയിരുന്നു. നിലവിൽ eKYC പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഈ ഒരു നിർദ്ദേശം ബാധകമാവുക എന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മുൻപ് eKYC പൂർത്തിയാക്കിയ PMUY ഇതര ഉപഭോക്താക്കൾ ഇത് വീണ്ടും ചെയ്യേണ്ടതില്ല.
ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്നത് ട്രെയിൻ യാത്ര ചെയ്യുന്ന ആളുകൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. പുതിയ നിയമ ഭേദഗതി പ്രകാരം ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുകയോ റെയിൽവേയെ വഞ്ചിക്കുകയോ എന്ന ലക്ഷ്യത്തോടെ പഴയ ടിക്കറ്റുകളോ പാസുകളോ വീണ്ടും ഉപയോഗിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ നിയമ നടപടികൾ നേരിടേണ്ടി വരും. ടിക്കറ്റില്ലാതെ പിടിക്കപ്പെടുന്ന യാത്രക്കാരൻ യാത്ര ചെയ്ത ദൂരത്തിൻ്റെ യഥാർത്ഥ യാത്രാക്കൂലിക്ക് പുറമെ അതിന് തുല്യമായ തുക അധികം ചാർജായി നൽകേണ്ടി വരും. ഈ അധിക ചാർജ് കുറഞ്ഞത് 500 രൂപയായിരിക്കും. യാത്രക്കാരൻ ഏത് സ്റ്റേഷനിൽ നിന്നാണ് കയറിയതെന്ന് വ്യക്തതയില്ലെങ്കിൽ ട്രെയിൻ പുറപ്പെട്ട ആദ്യ സ്റ്റേഷൻ മുതലോ അല്ലെങ്കിൽ ഒടുവിൽ ടിക്കറ്റ് പരിശോധന നടന്ന സ്റ്റേഷൻ മുതലോ ഉള്ള ചാർജ് നൽകേണ്ടി വരും. റെയിൽവേ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന പിഴയും യാത്രാക്കൂലിയും അടയ്ക്കാൻ യാത്രക്കാരൻ വിസമ്മതിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്താൽ റെയിൽവേ അധികൃതർക്ക് കോടതിയെ സമീപിക്കാം. കുറ്റം തെളിയിക്കപ്പെട്ടാൽ 6 മാസം വരെ തടവോ 500 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, സഹായിക്കാനുള്ള മനസ്സുണ്ടോ? നിങ്ങൾക്ക് 25,000 രൂപ വരെ ലഭിക്കും. അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ ഭയമില്ലാതെ മുന്നോട്ട് വരാം. കേസിൽ പ്രതിയാക്കില്ല, സാക്ഷിയാകണം എന്ന് നിർബന്ധവുമില്ല. പരിക്കേറ്റയാൾക്ക് ആശുപത്രിയിൽ കൂട്ടിരിക്കണം എന്നുമില്ല. സഹായിച്ചത് നല്ല ഉദ്ദേശത്തോടെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ വക 25,000 രൂപ വരെ പാരിതോഷികം ലഭിക്കുകയും ചെയ്യും. കൂടാതെ സന്നദ്ധ സേവനത്തിലുള്ള സർട്ടിഫിക്കറ്റും. ഇതാണ് രഘ്വീർ സ്കീം. കൃത്യസമയത്ത് ലഭിക്കുന്ന വൈദ്യസഹായം ജീവൻ രക്ഷിക്കാൻ സഹായിക്കും. ഇതിനായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം രഘ്വീർ പദ്ധതി ശക്തമാക്കി. അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നവർക്ക് ഈ ഒരു പദ്ധതി നിയമപരിരക്ഷ നൽകുന്നു. വർഷത്തിൽ 5 തവണ ഇങ്ങനെ ഈ ഒരു ആനുകൂല്യം നേടുവാനുള്ള അവസരമുണ്ട്. സഹായികളോട് പോലീസ് 1 തവണ മാത്രമേ മൊഴി ചോദിക്കാവൂ. അത് സഹായികൾക്ക് അനുയോജ്യമായ സമയത്തും സ്ഥലത്തുമായിരിക്കണം. ഈ നിയമങ്ങൾ 2020 വിജ്ഞാപനം ചെയ്തത്. മോട്ടോർ വാഹന നിയമ ഭേദഗതി പ്രകാരമാണ് നടപടി. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.